എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന യോഗയാണ് മത്സ്യാസനം. ഈ യോഗ ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. 2 ദിവസം മുമ്പ് പഞ്ചാബിൽ നിന്നും ഒരു സുഹൃത്ത്, അതായത് എൻ്റെ വീഡിയോകൾ സ്ഥിരമായി കാണുന്ന സുഹൃത്ത് വിളിച്ചു ചോദിച്ചു, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന യോഗ പറഞ്ഞു തരാൻ സാധിക്കുമോ എന്ന്. തീർച്ചയായിട്ടും നമ്മൾ മുമ്പ് ചെയ്ത സേതുബന്ധാസനം, അതുപോലെ ധനുരാസനം, ഉഷ്ട്രാസനം എന്നിവയ്ക്ക് കൊളസ്ട്രോൾ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്ന യോഗയായിരുന്നു. എങ്കിലും കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു യോഗയാണ് മത്സ്യാസനം. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി നമ്മൾ പത്മാസനത്തിൽ ഇരുന്നാണ് ചെയ്യേണ്ടത്. ആദ്യം പത്മാസനത്തിൽ നമ്മൾ ഇരിക്കണം. ഇതിനായി കാലുകൾ രണ്ടും തുടമേൽ കയറ്റി വയ്ക്കണം. ഈ സ്ഥിതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. തുടക്കക്കാർക്ക്, അതുപോലെ തന്നെ ഒരു 40 വയസ്സ് കഴിഞ്ഞവർക്കും ഇത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സാധിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇടത്തെ കാലിൻ്റെ ഇറക്കി വെച്ച് വലത്തെ കാലിൻ്റെ കാലിൻ്റെ അടിയിൽ വയ്ക്കുക. എന്നിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇങ്ങനെ ചെയ്താലും നമുക്ക് ഈ റിസൾട്ട് കിട്ടും. ഓക്കെ, അതിനായി കൈകൾ രണ്ടും ബാക്കിലോട്ട് അതിനെ വലിച്ച് കൈമുട്ടും വളച്ച് വെച്ച് ബാക്കിലോട്ട് കിടക്കാം. ഈ അവസ്ഥയിൽ നിന്ന് കൈകൾ രണ്ടും ഇരു സൈഡിൽ കൂടെ കൊണ്ടുവന്ന് തലയുടെ ബാക്ക് വശത്ത് ഇങ്ങനെ പിടിക്കാം. ഇതാണ് മത്സ്യാസനത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. ഇനി നമ്മൾ മത്സ്യാസനത്തിലേക്ക് വരുമ്പോൾ കൈകൾ വിരിച്ച് കൈകൾ രണ്ടും കൈമുട്ടുകൾ കുത്തി ഇരുകാലിൻ്റെ വിരലുമ്പോൾ വലിച്ചു പിടിക്കാം. എന്നിട്ട് ചെസ്റ്റ് മുകളിലേക്ക് ഉയർത്തി തല നേരെ ബാക്കിലോട്ട് പൊന്തിച്ച് ദൃഷ്ടി ബാക്കിലോട്ട് നിർത്തി ഈ അവസ്ഥയിൽ നിലനിർത്തുക. ഈ അവസ്ഥയിൽ 1:2 ക്രമത്തിൽ ശ്വാസം അകത്ത് വിടുകയും ചെയ്തുകൊണ്ടിരിക്കും. ഏകദേശം ഒരു 30 സെക്കൻഡ് ഈ നില തുടരുക. ചെസ്റ്റ് നന്നായി ഉയർന്നിരിക്കണം. സാവകാശം തല ബാക്കിലോട്ടെടുത്ത് കൈകൾ രണ്ടും കാലും വിടിച്ച് സ്വസ്ഥമായി വിശ്രമിക്കാം. വിശ്രമം